എപ്പിസോഡ് തുടക്കത്തിൽ എനിക്ക് അപ്പോഴേ അറിയാം നീയും തെരഞ്ഞെടുക്കപ്പെട്ട ഒരുത്തനാണെന്ന് എനിക്ക് അപ്പോഴേ അറിയാം ആസ്ത. എപ്പോഴും നീ ആ കാര്യം തെളിയിച്ചു തരുന്നതാണ്. നടക്കാൻ പറ്റാത്ത ഒരു കാര്യം നടത്തുന്നതാണ് നിന്റെ കഴിവ്. അതിപ്പോഴും ഇതിനു മുൻപും ഞാൻ തീർച്ചയായിട്ടും ഒരു ദിവസം വിസാർഡ് കിങ് ആയി മാറിയിരിക്കും. നിന്നെയും മറ്റുള്ള എല്ലാവരെയും ഞാൻ നന്നായിട്ട് തന്നെ നോക്കും. പണത്തെയും ഫുഡിനെയും പറ്റി നീ പേടിക്കേണ്ട ആവശ്യമില്ല. നിനക്ക് ആവശ്യമുള്ള എല്ലാം ഞാൻ തരും. നീ എന്താ പറയുന്നേ? നീ എന്താ ചെയ്യാൻ പോകുന്നേ? നമ്മൾ എത്രത്തോളം കഷ്ടപ്പെടുന്നവരാണെങ്കിലും അനാഥരാണെങ്കിലും എന്നെ കൊണ്ടും അതാവാൻ പറ്റുമെന്ന് ഞാൻ കാണിച്ചു കൊടുക്കും. പിന്നീട് നമ്മൾ കാണുന്നത് ഓടിക്കൊണ്ടിരിക്കുന്ന യൂനോയും ആസ്തേനെയാണ്. അപ്പോഴാണ് പെട്ടെന്ന് യൂനോ താഴെ വീഴുന്നത്. കരഞ്ഞുകൊണ്ടിരിക്കുന്ന അവന്റെ അടുത്തോട്ട് ആസ്ത വരുന്നു. എഴുന്നേക്കടാ, നീ എന്താ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നേ? നീ ഇങ്ങനെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾക്കൊന്നും കരയല്ലേ. എന്തു പ്രശ്നം വന്നാലും നിന്റെ പുറകിൽ ഞാനുണ്ടാകും. നീ ഒന്നുകൊണ്ടും പേടിക്കേണ്ട ആവശ്യമില്ല, മനസ്സിലായോ എന്ന് പറയുവാണ് ആസ്ത. ഓക്കെ ശരി എന്ന് പറഞ്ഞ അവർ രണ്ടുപേരും അവിടെ നിന്ന് ഓടുന്നു. ആ സമയത്ത് ഈ ലോകം മൊത്തം ഒരുപാടധികം ഇരുട്ടായിരുന്നു. നല്ല രീതിയിൽ തണുപ്പും ഉണ്ടായിരുന്നു. ആ ദുഷ്ടശക്തി ഈ ലോകം ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. അങ്ങനെ ഒരു ദിവസം ഒരു ധൈര്യശാലിയായിട്ടുള്ള ഒരു പയ്യൻ മുന്നോട്ട് വന്നു. ആ ദുഷ്ടശക്തിയെ ഇല്ലാതാക്കി ഈ ലോകം മൊത്തം വെളിച്ചം കൊണ്ടുവരാൻ അവൻ ശ്രമിച്ചു. അങ്ങനെ അവൻ അവന്റെ മുഴുവൻ ശക്തിയും ഉപയോഗിച്ച് അതിനെ ഇല്ലാതാക്കി. ഇതിനു മുൻപൊന്നും ഇല്ലാത്ത രീതിയിൽ ഈ ലോകം മൊത്തം പ്രകാശപൂരിതമായി മാറി എന്നൊക്കെ പറഞ്ഞൊരു ബുക്ക് നോക്കി കഥ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സിസ്റ്റർ ലില്ലി. ഇത് കേട്ട് ആസ്ത യൂനോയും ഒരുപാടധികം എക്സൈറ്റഡ് ആവുന്നു. ദ ട്രാപ്പ് ആൻഡ് മേജർ വിസാർഡ് കിങ് ആയിട്ട് പിന്നീട് അറിയപ്പെട്ടു. അവരുടെ കഥ ഒരു ലെജൻഡ് ആയിട്ട് മാറി. പിന്നീട് സമാധാനവും സ്നേഹവും ഒരുപാട് കൂടി. ഈ സ്റ്റോറി കേട്ട് രണ്ടുപേരുടെയും മനസ്സിൽ ഒരു വിസാർഡ് കിങ് ആയിട്ട് മാറണമെന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. ഏയ് സിസ്റ്റർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോഴൊരു വിസാർഡ് കിങ് ഉണ്ടായിരിക്കുമല്ലോ? ആ ഉണ്ട്. ഒരു രാജ്യത്തെ പ്രധാനപ്പെട്ട റോൾ എന്ന് പറയുന്നത് അതാണ്. അവരുടെ സ്ഥാനങ്ങളെല്ലാം കഴിഞ്ഞു പോകുമ്പോ അത് മറ്റൊരാൾക്ക് വേണ്ടി അയാൾ മാറ്റിവെക്കും. അവരുടെ കയ്യിലുണ്ടായിരുന്ന മേജിക് ഉപയോഗിച്ചിട്ടാണ് മറ്റുള്ളവരെ അവർ സഹായിക്കുന്നത്. അവര് കാരണമാണ് ഈ ക്ലോവർ കിങ്ഡം വളരെയധികം സമാധാനപരമായിട്ട് പോകുന്നത്. ഓ, അങ്ങനെയാണെങ്കിൽ അവർ വളരെയധികം പ്രധാനപ്പെട്ട ആളാണല്ലേ? അതെ, ശരിയാണ്. നമ്മുടെ നാട്ടിലെ രാജാവ് പോലും അവർക്ക് ശേഷമാണ്. എന്നാ ഇത് കേട്ട് ആസ്റ്റ, ഇത് മതി, ഞാൻ ഒരു ദിവസം വിസാർഡ് കിങ് ആയിട്ട് മാറും. ഇത് കേട്ട് സിസ്റ്റർ യൂനോയും അവനെ തന്നെ നോക്കുന്നു. ഞാൻ സർപ്രൈസ് ആയി. ഈ തീരുമാനം നീ എപ്പോഴെടുത്തേ? അവരാ ദുഷ്ടശക്തിയെ ഇല്ലാതാക്കിയെന്ന് പറഞ്ഞില്ലേ? അവര് വളരെ പവർഫുൾ ആയിരിക്കുമല്ലേ? ജനങ്ങളെയൊക്കെ സഹായിക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും വളരെയധികം കൂളായിരിക്കും. ഞാൻ വളർന്നതിന് ശേഷം അവരെ പോലെ ഇരിക്കാൻ വേണ്ടിട്ടാ ആഗ്രഹിക്കുന്നത്. അത് മാത്രമല്ല, അവരിവിടെ വളരെയധികം പ്രധാനപ്പെട്ട ഒരാളാണ്. അതിന് കാരണമായിട്ടുള്ള പവറും അവരുടെ കയ്യിലുണ്ട്. അതിന്റെ എല്ലാം അർത്ഥം എന്താണെന്ന് അറിയോ? നല്ല ഫുഡ് കഴിക്കാം, നല്ല വസ്ത്രം ധരിക്കാം. എന്തിന്, ഈ ചർച്ച് വരെ നമുക്ക് വേണമെങ്കിൽ റിന്യൂവൽ ചെയ്യാം. അതെ, തീർച്ചയായിട്ടും ഇവിടെയുള്ള പ്രശ്നങ്ങളെല്ലാം തീർക്കാൻ സാധിക്കും. സോ ഇവിടെ വെച്ചാണ് ഒരു കാര്യം സംഭവിക്കുന്നത്. വിസാർഡ് കിങ് ആവണമെന്നുള്ള ആഗ്രഹം ആസ്തയ്ക്ക് മാത്രമല്ല യൂനോക്കും വരുന്നുണ്ട്. പക്ഷെ ആസ്തയുടെ ഈ കോൺഫിഡൻസും അവൻ പറയുന്ന സംസാര രീതിയൊക്കെ വെച്ച് യൂനോക്ക് അത് പറയാൻ വേണ്ടി സാധിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ഡിസംബർ 12-ാം തീയതി. എത്രയൊക്കെ ശ്രമിച്ചിട്ടും ആസ്തയെ കൊണ്ട് മാജിക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നില്ല. എന്റെ പ്രശ്നം എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എത്രയൊക്കെ ശ്രമിച്ചിട്ടും എന്നെ കൊണ്ട് മാജിക് ചെയ്യാൻ സാധിക്കുന്നില്ല. ശരി സിസ്റ്റർ, നിങ്ങൾക്ക് വേണ്ടി ഈ വസ്ത്രങ്ങളെല്ലാം ഞാൻ എടുത്തോണ്ട് വരാം. ഓ, ഒരുപാട് നന്ദിയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ എന്നെ കല്യാണം കഴിക്കോ എന്ന് വീണ്ടും ആസ്ത ചോദിക്കുന്നു. ഏയ്, ഒരിക്കലുമില്ല. ആ സ്വപ്നം നീ അങ്ങ് മാറ്റി വെച്ചേക്ക്. പിന്നീട് നമ്മൾ കാണുന്നത് കരഞ്ഞുകൊണ്ടിരിക്കുന്ന നാഷനെയും പൊക്കിക്കൊണ്ടുവരുന്ന യൂനോനെയാണ്. അവർ രണ്ടുപേരും ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെ കൊണ്ട് അതിന് സാധിക്കുന്നില്ല. ഏയ്, ഒരു മിനിറ്റ് നിൽക്ക, ഇത് ഞാൻ നോക്കിക്കോളാം എന്ന് പറഞ്ഞ ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റാൻ വേണ്ടി ആസ്ത ശ്രമിക്കുന്നു. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഞാനൊരു വിസാർഡ് കിങ് ആവാൻ പോകുന്ന ഒരുത്തനാണ്. അങ്ങനെയുള്ള എന്നെ കൊണ്ട് ഈ കുട്ടിയുടെ കരച്ചിൽ മാറ്റുന്നതൊക്കെ ഒരു സാധാരണ വിഷയം മാത്രമാണ്. എടാ കുട്ട, കരയിലടാ കുട്ട, നീ ഇങ്ങനെ കരഞ്ഞ ഒന്നും മാറാൻ പോകുന്നില്ലടാ കുട്ട എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ടിരിക്കുകയാണ് ആസ്ത. ഇത് കണ്ട് സിസ്റ്ററിലല്ലേ ആ കുട്ടിയെ മേടിച്ച് ആ കുട്ടിയുടെ കരച്ചിൽ മാറ്റുന്നു. ഇതേ സമയമാണ് ഒരു മാന്ത്രിക വടി ഉപയോഗിച്ച് ഫാദർ അങ്ങോട്ട് വരുന്നത്. ഒരു പ്രധാനപ്പെട്ട ജോലിയുണ്ട്. ഒരു ലെറ്റർ ഒരാളുടെ കൈ കൊണ്ടുപോയി കൊടുക്കണം. വളരെ സേഫ് ആയിട്ട് കൊണ്ടു കൊടുക്കണം. അത് ആരെ കൊണ്ടാ പറ്റുക എന്നാ ഫാദർ ചോദിക്കുന്ന സമയത്ത് ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആസ്ത. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ലെറ്റർ ആണ്. ഈ കാര്യത്തിൽ എനിക്ക് ആസ്തയെ തീരെ വിശ്വാസമില്ല. സോ ഇത് നിനക്ക് കൊണ്ടുപോയി കൊടുക്കാൻ പറ്റുമോ യൂനോ എന്നാ ഫാദർ അവനോട് ചോദിക്കുന്നു. സോ ഫാദർ പറഞ്ഞതനുസരിച്ച് യൂനോയും ആ ലെറ്റർ കൊണ്ട് അവിടെ നിന്നും പോകുന്നു. അപ്പോഴാണ് സിസ്റ്റർ ലില്ലി ആ കാര്യം ശ്രദ്ധിക്കുന്നത്. ആകാശത്ത് കാർമേഘങ്ങളാൽ മൂടിയിട്ടുണ്ട്. പിന്നീട് നമ്മൾ കാണുന്നത് ഒരു ബാറിൽ നിന്നും കാശ് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരാളെ അടിച്ച് പുറത്താക്കുന്നതാണ്. ഇനി കാശില്ലാതെ അതിനകത്തോട്ട് കയറാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ അങ്ങേര് ഇനി എന്ത് ചെയ്യൂ എന്ന് പറഞ്ഞു നിൽക്കുവാണ്. അപ്പോഴാണ് അതുവഴി പോകുന്ന യൂനോ കാല് തന്നെ താഴെ വീഴുന്നത് അവർ കാണുന്നത്. ഓ, ഞാൻ ഇനിയും കുറച്ചുകൂടി ശ്രദ്ധിക്കണം, ഇവിടെ നന്നായിട്ട് വഴുക്കുന്നുണ്ട് എന്ന് പറഞ്ഞ് അവൻ അവിടെ നിന്ന് എഴുന്നേക്കുന്നു. അപ്പോഴാണ് അവന്റെ കഴുത്തിലുള്ള ആ മാല അവർ ശ്രദ്ധിക്കുന്നത്. അത് കണ്ട് അയാൾ എന്തോ കാര്യം ചിന്തിക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് ആ ലെറ്റർ വളരെ സേഫായിട്ട് കൃത്യസ്ഥലത്ത് എത്തിക്കുന്ന യൂനോനെയാണ്. അതും കൊടുത്ത് അവൻ തിരിച്ചു വരുന്ന വഴിയിൽ നേരത്തെ കണ്ടയാൾ ഒളിച്ചിരുന്ന് അവനെ നോക്കുന്നുണ്ട്. മറ്റൊരു വശത്തൂടെ പോയ യൂനോ പെട്ടെന്ന് അയാളെ കയറിയിടിക്കുന്നു. എന്നോട് ക്ഷമിക്കണം, ഞാൻ കണ്ടില്ല. ഇതേ സമയം യൂനോ വരുന്നതും കാത്തിരിക്കുകയാണ് സിസ്റ്ററും മറ്റുള്ളവരും.
ഓ സമയം ഒരുപാട് വഴുകിയല്ലോ. അവൻ എന്താ ഇനിയും വരാത്തെ? പുറത്താണെങ്കിൽ നല്ല രീതിയിൽ മഞ്ഞു പൊഴിയുന്നുണ്ട്. ഫാദർ ആണെങ്കിൽ അടുത്ത ഗ്രാമത്തിൽ നിന്നും വരാൻ ഇനിയും സമയമെടുക്കുമെന്നാ തോന്നുന്നേ. ഇതൊക്കെ കേട്ട് ആസ്ത പുറത്തോട്ട് നോക്കുന്നു. അവിടെ കട്ടിയത് നമ്മൾ കാണുന്നത് യൂനോന്റെ കഴുത്തിലുള്ള ആ ചെയിൻ അവിടെ ഉണ്ടായിരുന്ന അയാൾ വലിച്ചു പൊട്ടിക്കുന്നതാണ്. ദയവ് ചെയ്ത് അത് തിരിച്ചു തരണം, അത് എന്റേതാ. ഇനി മുതൽ ഇത് നിന്റേതല്ല മോനുസേ, എനിക്കിതിന് ഒരുപാട് വില കിട്ടുമെന്നാ തോന്നുന്നേ. മര്യാദക്ക് അത് തിരിച്ചു തരാനാ പറഞ്ഞ്. ഇത് കേട്ട അയാൾ അവനെ ഒറ്റ അടി അങ്ങടിക്കുന്നു. തെറിച്ചു പൊഴിയൂനോ താഴെ കിടക്കുന്നു. പ്രായത്തിന് മൂത്തവരോട് നീ ഇങ്ങനെയാണോ സംസാരിക്കുന്നേ കൊച്ചു പയ്യ? ഇങ്ങനെ ഒരു സാധനം നിന്റെ കയ്യിലിരിക്കാൻ യാതൊരുവിധ അർഹതയും നിനക്കില്ല. അതെനിക്ക് തന്നേക്ക്, അതെന്റേതാ. അതെനിക്ക് തന്നേക്ക്, അതെന്റേതാ. മര്യാദക്ക് അതെനിക്ക് തന്നേക്ക് എന്ന് പറഞ്ഞ് അവനവന്റെ പവർ യൂസ് ചെയ്യാൻ വേണ്ടി നിൽക്കുന്നു. നീ എന്താടാ കളിക്കുകയാണോ? ഇതുപോലെ കുട്ടികളുടെ കളി ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നിന്നെ കൊണ്ട് എന്നെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഒരുപക്ഷെ നിന്റെ മരണം എന്റെ കൈ കൊണ്ടായിരിക്കും എന്ന് പറയുവാണ് അയാൾ. ഇത് കേട്ട് യൂനോ അവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പെട്ടെന്നാണ് യൂനോ എന്നൊരു വിളി അവൻ കേൾക്കുന്നത്. നോക്കുന്ന സമയത്ത് അത് നമ്മുടെ ആസ്തയായിരുന്നു. ഓടി വന്ന ആസ്ത ആ കള്ളനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്നാൽ വളരെ പെട്ടെന്ന് അവനെ അടിച്ച് താഴെ ഇടുന്നു. ഇടേയ്, അത് യൂനോടെ സ്വന്തമാ, അത് അവന് തിരിച്ചു കൊടുത്തേക്ക്. മര്യാദയ്ക്ക് അവന് തിരിച്ചു കൊടുത്തേക്ക് എന്ന് പറഞ്ഞ ആസ്ത അവനെ കെട്ടി അങ്ങ് പിടിക്കുന്നു. സോ എത്ര അടി കൊണ്ടാലും വിടില്ലെന്നുള്ളൊരു സ്കീമിൽ നിൽക്കുവാണ് ആസ്ത. എത്ര ധൈര്യമുണ്ട് നിനക്ക്? മര്യാദയ്ക്ക് എന്റെ മുകളിൽ നിന്ന് കൈയെടുക്കടാ, കൈയെടുക്കാനാ പറഞ്ഞ് എന്ന് പറഞ്ഞ അയാൾ അവനെ തട്ടി മാറ്റുന്നു. എന്ന് എത്രയൊക്കെ അടി കൊണ്ടിട്ടും ആസ്ത വീണ്ടും വീണ്ടും വരുന്നത് കണ്ട് അവനെ തന്നെ നോക്കുന്നു. ആസ്തയുടെ ആ കോൺഫിഡൻസ് കണ്ട് അവന്റെ ആ കണ്ണിലോട്ട് എന്നെ തുറച്ചു നോക്കി അവന് പേടിയാവുന്നു. ശരി, എനിക്കിത് വേണ്ട എന്ന് പറഞ്ഞ അത് അവൻ താഴെയിട്ട് അവിടെ നിന്നും പോകുന്നു. സോ എന്തൊക്കെ സംഭവിച്ചാലും നമ്മുടെ ആസ്ത അവസാനം വരെ തോറ്റു കൊടുക്കില്ല. ആസ്ത എന്നോട് ക്ഷമിക്ക്, ഇത് എന്റെ തെറ്റാ. ഏയ് അതൊന്നും പ്രശ്നമില്ല. ഞാൻ മുൻപ് പറഞ്ഞതുപോലെ എപ്പോഴും ഞാൻ നിന്റെ പുറകിലുണ്ടാകും. നീ ഒന്നുകൊണ്ട് പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് ആസ്ത പറയുന്നത് കേട്ട് അവനെ തന്നെ നോക്കുവാണ് യൂനോ. നീ മുൻപത്തെ പോലെ തന്നെയാ. ചെയ്യാൻ പറ്റാത്ത ഏതൊരു കാര്യമാണെങ്കിലും നീ അത് ചെയ്ത് കാണിക്കും. വീണ്ടും പ്രസന്റ് ആണ് കാണിക്കുന്നത്. നിന്നെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ലല്ലോ, പിന്നെ എങ്ങനെയാ നീ ഇത് ചെയ്യുന്നേ? അപ്പൊ ഇത്രയും നേരം നീ അഭിനയിക്കുമായിരുന്നോ എന്ന് പറഞ്ഞ് റീവ്ചി അവന്റെ മുഴുവൻ ശക്തി ഉപയോഗിച്ച് അവനെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുന്നു. എന്ന് ഇത് കണ്ട ആസ്ത വളരെ സിമ്പിൾ ആയിട്ട് ആ സ്വോർഡ് പൊക്കി പിടിക്കുന്നു. അത് വെച്ച് ആ ചെയിൻ എല്ലാം അവന് നേരെ തന്നെ തിരിച്ചുവിടുന്നു. എന്റെ പവർ എനിക്ക് നേരെ തന്നെ തിരിക്കുന്നു. അവൻ ട്രഡീഷണൽ മാജിക് പവർ ഇല്ലാതെ എങ്ങനെയാ ഇവൻ ഇത് ചെയ്യുന്നത്? എന്റെ കയ്യിൽ ട്രഡീഷണൽ മാജിക് പവർ ഇല്ലെങ്കിൽ പോലും എന്നെ കൊണ്ട് ഇത് ചെയ്യാൻ സാധിക്കുവാടാ. തീർച്ചയായിട്ടും ഒരു ദിവസം വിസാർഡ് കിങ് ആയി ഞാൻ മാറിയിരിക്കും എന്ന് പറഞ്ഞ സോഡ് വെച്ച് അവനെ ഒറ്റ വെട്ട അങ്ങ് വെട്ടുന്നു. തെറിച്ചുപോയ റീവ്ചി ഒന്ന് അനങ്ങാൻ പോലും പറ്റാതെ കിളിപ്പോയി കിടക്കുന്നു. എന്നെ കൊണ്ട് മാജിക് ചെയ്യാൻ പറ്റില്ലെങ്കിലും എന്റെ ശരീരം വെച്ച് എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചു. എന്നാൽ ഇത്രയും കാലം ഞാൻ പരിശ്രമിച്ചതൊന്നും വെറുതെ ആയില്ല എന്നാ വലിയ വാൾ പൊക്കി പിടിച്ചുകൊണ്ട് ആസ്ത പറയുന്നു. അപ്പോഴാണ് ആസ്ത എന്നൊരു വിളി അവൻ കേൾക്കുന്നത്. അത് നമ്മുടെ യൂനോ ആയിരുന്നു. ആസ്ത, എന്തിനാ ഇങ്ങനെ ചെയ്ത്? എന്നോട് ക്ഷമിക്ക്, എന്നോട് ക്ഷമിക്ക് ആസ്ത. ഹേയ് വിട്ടുകളയടാ. എന്നെ ആലോചിച്ച് നീ പേടിക്കേണ്ട ആവശ്യമില്ല. ഇതൊന്നും എന്നെ സംബന്ധിച്ച് ഒന്നുമല്ല. എന്തായാലും ഒരു ദിവസം ഞാൻ വിസാർഡ് കിങ് ആയി മാറാനല്ലേ പോകുന്നേ. അതെ, തീർച്ചയായിട്ടും ഞാൻ അതായിരിക്കും. മറ്റുള്ളവരെ എല്ലാവരെക്കാളും ഞാൻ നിന്നെ നന്നായിട്ട് പ്രൊട്ടക്ട് ചെയ്യും. ഭക്ഷണത്തെ പറ്റിയും പണത്തെ പറ്റിയും നീ ചിന്തിക്കണ്ട. നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഞാൻ നിനക്ക് തരും. അത് ഞാൻ നിനക്ക് കാണിച്ചു തരും. എല്ലാവർക്കും നമ്മൾ അത് കാണിച്ചു കൊടുക്കും. നീ എന്താ ഈ പറഞ്ഞു വരുന്നേ? നമ്മളെ പോലെയുള്ള സാധാരണക്കാരായവരും അനാഥരായിട്ടുള്ളവരും ആർക്ക് വേണമെങ്കിലും ഒരു വിസാർഡ് കിങ് ആയി മാറാൻ സാധിക്കും. ഇത് കേട്ട് യൂനോ, നീ ശരിക്കും വിശ്വസിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ കൊണ്ടും ഒരു വിസാർഡ് കിങ് ആവാൻ പറ്റുമോ? അതേടാ, നിന്നെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ടും പറ്റും, ആർക്ക് വേണമെങ്കിലും പറ്റും. അതിനുവേണ്ടി കഷ്ടപ്പെട്ട മാത്രം മതി. അതെ, എനിക്ക് വിശ്വാസമുണ്ട്. ഞാനൊരു ദിവസം വിസാർഡ് കിങ് ആയി മാറിയിരിക്കും എന്ന് പറയുവാണ് യൂനോ. ഇത് കേട്ട് ആസ്തയ്ക്ക് ഒന്നും തന്നെ മനസ്സിലാവുന്നില്ല. അതെ, തീർച്ചയായിട്ടും ഞാൻ വിസാർഡ് കിങ് ആയി മാറിയിരിക്കും. അതിനുവേണ്ടി ഞാൻ കഷ്ടപ്പെടും. നിന്നെയും ഇവിടെയുള്ള എല്ലാ ജനങ്ങളെയും ഞാൻ പ്രൊട്ടക്ട് ചെയ്യും. ആര് നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വേണ്ടി വന്നാലും ഞാൻ ഒരിക്കലും തോറ്റു കൊടുക്കില്ല. ഞാൻ പോരാടിയിരിക്കും. സോ അന്നു മുതൽ യൂനോ കരയുന്നതെല്ലാം നിർത്തി അവന്റെ സ്വഭാവം തന്നെ അവൻ മാറ്റിയെടുത്തു. ഇതെല്ലാം ആലോചിച്ച് അവൻ ആസ്തയെ നോക്കിച്ചിരിക്കുന്നു. ഇത് നോക്കി യൂനോ, എന്റെ ഗ്രിമോരി, ഈ ചെറിയ കാര്യമാണ് എന്റെ ജീവിതത്തിലെ വലിയ സംഭവമായിട്ടിരിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞ ആസ്ത ഒരുപാടധികം സന്തോഷിക്കുന്നു. അതെ, ഇപ്രാവശ്യവും നീയാ എന്നെ രക്ഷിച്ച്. ഞാൻ വിചാരിക്കുന്നതും തീർച്ചയായിട്ടും ഒരു ദിവസം ഞാൻ നടത്തും. ആസ്ത, അന്ന് ഞാൻ പറഞ്ഞ കാര്യം നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുകയാണ് യൂനോ. സോ വീണ്ടും പാസ്റ്റ് ആണ് കാണിക്കുന്നത്. എന്ത്, നീയോ അപ്പോ വിസാർഡ് കിങ് ആവാൻ പോവാണോ? അതെ ആസ്ത, നീ എന്റെ ഒരു എതിരാളിയാ എന്ന് പറയാണ് യൂനോ. ഇത് കണ്ട ആസ്ത അവനെ തന്നെ നോക്കുന്നു. ഇതൊക്കെ നിനക്ക് ഇപ്പോഴും ഓർമ്മയുണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ഇത്രയും വർഷമായില്ലേ.
നിന്നെ പോലെ ഒരു എതിരാളുടെ കൂടെയും എനിക്ക് ഫ്രണ്ട് ആയിട്ടിരിക്കാൻ പറ്റും. അതിന് കാരണം തന്നെ നീയാ ആസ്ത. നീയാ എനിക്ക് ആ വിശ്വാസം തന്നത്. നമ്മൾ എത്രയൊക്കെ സാധാരണക്കാരായാലും എത്രയൊക്കെ അനാഥരായാലും ഈ ലോകത്ത് നമുക്കായിട്ടൊരു സ്ഥലം ഉണ്ടാക്കാൻ പറ്റുമെന്ന് നീയാ എനിക്ക് പറഞ്ഞു തന്നത്. സിസ്റ്റർ ലില്ലിയെയും മറ്റുള്ളവരെ എല്ലാവരെയും എപ്പോഴും ഹാപ്പി ആയി വെച്ചിരിക്കണം. ഇതിലാരാ ശരിക്കും വിസർക്കിംഗ് ആവാൻ പോകുന്നതെന്ന് തീർച്ചയായിട്ടും നമുക്ക് കാത്തിരുന്ന് കാണാം. എന്താണെങ്കിലും അത് വരുന്നിടത്ത് വെച്ച് കാണാം എന്നവർ രണ്ടുപേരും പറയുന്നു.